എല്ലാവർക്കും നമസ്കാരം. എല്ലാ എല്ലാവർക്കും മാതൃദിന ആശംസകൾ നേരുന്നു. ഒരു അമ്മ എന്ന് പറയുന്നത് പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ്, അല്ലെ? മറ്റാർക്കും പകരം വയ്ക്കാൻ സാധിക്കില്ല. അവരുടെ കൈപുണ്യങ്ങൾ ഒരിക്കലും മറ്റാർക്കും ലഭിക്കുകയുമില്ല, അല്ലേ? അമ്മ തരുന്ന ചോറ്, അല്ലെ അമ്മ ഉണ്ടാക്കി തരുന്ന കറികൾ, അമ്മ ഉണ്ടാക്കി തരുന്ന അമ്മയുടെ കൈയുടെ വാസനകൾ, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഊഷ്മളത അല്ലെങ്കിൽ സ്നേഹം എല്ലാം അമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട് നമ്മളെ, അല്ലേ? പലപ്പോഴും മാതൃത്വത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോവാറുണ്ട്, ഒരമ്മ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരമ്മ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒത്തിരി ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ അമ്മയെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ച് ഒരു വ്യക്തിയെങ്കിലും ക്ലാസ് എടുക്കാറുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഒരമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനോടൊപ്പം തന്നെ ജനിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഒരു കുഞ്ഞിനോടൊപ്പം തന്നെയാണ് ജനിക്കുന്നത്. കാരണം ഒരിക്കലും തന്നെ ആ അമ്മയ്ക്ക് എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയില്ല, അല്ലേ? ഇങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അപ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രസവ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഫുൾ ബ്ലാങ്കാണ് അമ്മ, ഒന്നും അറിയില്ല. കാരണം മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ഇരുട്ട് മാത്രം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അവസ്ഥയാണ്, അല്ലേ? അർദ്ധബോധാവസ്ഥയിൽ തൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരുന്ന സമയത്ത് ഈ സിനിമയിലെ രോമാഞ്ച കഞ്ചുകമൊന്നുമില്ല. അതൊക്കെ സിനിമയിൽ മാത്രം കാണുന്നതാണോ എന്ന് എനിക്കറിയില്ല, ചിലർക്ക് ഉണ്ടാവുമായിരിക്കും, എനിക്കില്ലായിരുന്നു. അർദ്ധബോധാവസ്ഥയിൽ എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടു, അത്രമാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് തൻ്റെ കുട്ടിയെ എങ്ങനെ പാല് കൊടുക്കണമെന്നറിയില്ല, തൻ്റെ കുട്ടിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നറിയില്ല, എങ്ങനെയാണ് അപ്പിയിട്ടാൽ കഴുകിക്കേണ്ടതെന്നറിയില്ല, ഗ്യാസ് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഉറക്കേണ്ടതെന്നറിയില്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാണ് വരുന്നത്, അല്ലേ? ലേണിംഗ് സ്റ്റേജാണ്. ഒരമ്മയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ജനിച്ച് വരുന്ന സമയത്ത് അമ്മ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരമ്മയാവുന്നത് എങ്ങനെ എന്നുള്ളത്. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിച്ച് വരുന്നത് നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ എൻ്റെ അമ്മയെ കണ്ടാണ് ഞാൻ അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത്, അല്ലേ? അത് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. പിന്നെയൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ലേണിംഗ് സ്റ്റേജിലാണ് വരുന്നത്. അമ്മ ജനിച്ച് കുഞ്ഞിനോടൊപ്പം തന്നെ ജനിച്ചു വീഴുന്നു, ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു വരുന്നു. ഈ പഠിച്ചു വരുന്ന സമയത്ത് പല തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വളർത്തു ദോഷത്തിൻ്റെ പേരിൽ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. എന്തെങ്കിലും കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിൽ വളരെ മോശമായിട്ട് കന്നു കഴിഞ്ഞാൽ അത് അമ്മയുടെ കുറവ് കൊണ്ടാണെന്ന്, അമ്മ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നു. ഇവിടെയൊന്നും അച്ഛന് റോളില്ല കേട്ടോ. ഇവിടേക്ക് അച്ഛൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മയ്ക്കാണ് കൂടുതലായിട്ടും ഒരു ഇമ്പോർട്ടൻസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്നത്. പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നീ വളർത്തിയത് കൊണ്ടല്ലേ എന്ന് സ്വന്തം ഭർത്താവും ചോദിക്കേണ്ട ഒരവസ്ഥയും കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ പലപ്പോഴും അമ്മ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് സമൂഹത്തിലേക്ക് ഓരോ കാൽച്ചുവടും ആ കുട്ടിക്ക് വേണ്ടി എടുത്തു വെക്കുന്നത്. തൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട്, തൻ്റെ കുഞ്ഞിന് തൻ്റെ ഭക്ഷണം പോലും മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിന് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ അതൊക്കെ ചെയ്തു കൊടുത്താലും ചിലപ്പോൾ നല്ലത് കേൾക്കുന്നതിന് പകരം ദോഷവും നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും, അല്ലേ? അങ്ങനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന കുഞ്ഞ് എന്താ പറയുക, സ്നേഹം നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹം തിരിച്ചു നൽകുന്നു. അമ്മ പാല് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് കുഞ്ഞ് കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്ന സമയത്താണ് ആ മാതൃത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ തൻ്റെ അമ്മയിലൂടെ കുഞ്ഞിലൂടെ അമ്മയ്ക്കും ലഭിക്കുന്നൊരവസ്ഥയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. തൻ്റെ കുഞ്ഞിനെ നെഞ്ചോടടുക്കി പിടിക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്നൊരു വാത്സല്യം അത് വേറെ തന്നെ ഒരു അനുഭവമാണ്. ഒരമ്മ അനുഭവത്തിലൂടെ തന്നെയാണ് പഠിക്കുന്നത്. ഒരിക്കലും ഒരു പാരൻറ്റിങ് എടുക്കുന്ന ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഒരമ്മയും എല്ലാം പഠിച്ചിട്ട് വരുന്നവരല്ല. അവർ
തീർച്ചയായിട്ടും അവരെല്ലാം ലേണിങ്ങിലൂടെ തന്നെ അറിയുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന അമ്മമാർ തന്നെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഓരോ അമ്മയും ഉണ്ടാവുന്നതും. എന്നിട്ട് അതിനുശേഷം നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, അത് അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാവരുത്, അത് അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ടാവരുത്, പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധിക്കേണ്ടത്, അല്ലേ? എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സമയം വേണം, അല്ലേ? നമ്മളൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് തെറ്റ് തിരുത്താനും ശ്രമിക്കുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ നമ്മളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്നേഹമുള്ള കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ അത് അവരങ്ങ് വളർന്നോളും. അവർ നല്ല വ്യക്തികളായിട്ട് നല്ല സമൂഹത്തിൽ ഉയർന്നൊരവസ്ഥയിൽ എത്തുകയും ചെയ്യും. അത് യാതൊരു സംശയവുമില്ല. അത് എത്ര പ്രായം ചെന്നാലും ആ സ്നേഹം ആ മക്കൾ തിരിച്ച് തൻ്റെ അമ്മയ്ക്കും അച്ഛനും നൽകുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കണ്ടു വളർന്ന, സ്നേഹമില്ലാത്ത കുടുംബങ്ങളിലാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം ഇന്നത്തെ എന്തൊക്കെ അവസ്ഥകൾ പറഞ്ഞാലും അമ്മയെന്ന ഒരു വാക്കിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അമ്മയ്ക്കും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു മകനോ മകളോ ആരായാലും എനിക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ, അച്ഛനും അമ്മയെയും സ്നേഹത്തോടു കൂടി തന്നെ കാണുക. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ, ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് മാത്രമാണ്. തൻ്റെ അച്ഛനും അമ്മയും ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആളുകൾ എന്ന് ചിന്തിക്കുക. അവർക്ക് വേണ്ടിയും ജീവിക്കുക. അവരുടെ ഒരു പുണ്യം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ നേരുന്നു. താങ്ക് യു.